ഹലോ ഗൈസ്, അപ്പൊ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനൊന്ന് പുറത്തു പോവാൻ നിക്കാണ്. അപ്പൊ ഇന്ന് നിക്കില്ല, ഇന്ന് വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനൊന്ന് പുറത്തു പോയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ നിങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ എടുത്ത് കാണിച്ചു തരാന്ന് വെച്ച്. ആ വേസ്റ്റ് ഇത് നിങ്ങളെ ജോലിയാ. എന്റെ ജോലിയാണ്. ഷിങ്കു പുറത്തു പോകാൻ 2-3 കാരണങ്ങളുണ്ട്. ഷിങ്കു പോണ പറഞ്ഞു. അത് ഞാൻ പോണ വഴിക്ക് പതുക്കെ പറഞ്ഞു. അതിന് മുന്നേ ഞാൻ കാണിച്ചുതരാം. ഓള് മെയിൻ ആയിട്ട് പോണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പൈസ ഇടണം. നമുക്ക് ജാക്കറ്റ് ഓർഡർ ചെയ്തിട്ടില്ല, അപ്പൊ പൈസ ഇടണം. പുറത്ത് ഭയങ്കര തണുപ്പാണ്. -7 ഡിഗ്രിയാണ്. അപ്പൊ ഇനി ജാക്കറ്റ് ഇല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇല്ല 7 ഡിഗ്രി ആണെങ്കിലും അത് 0 തണുപ്പ് പോലെ നമുക്ക് ഫീൽസ് ലൈക്ക് അങ്ങനെയും കൂടി കൊടുത്തിട്ടുണ്ട്. ഓള് അക്കൗണ്ടിൽ പൈസ ഇടാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇവിടുത്തെ 5000 കേട്ടോ. ഏറ്റവും വലിയ നോട്ട് ഇതാണ്. ഇത് ഇവിടുത്തെ 1000. അപ്പം ജാക്കറ്റ് ഒക്കെ വാങ്ങണമെങ്കിൽ അക്കൗണ്ടിൽ പൈസ വേണം. അപ്പം ഇത് കൊണ്ടുപോയിട്ട് അക്കൗണ്ടിൽ ഇട്ടെ. എത്ര 13,000 അല്ലേ? 13,000 റൂബൽസ് എന്നാട്ടോ അവിടെ പറയാം. ഇന്ത്യൻ പൈസ 13,000 തന്നെയാ. അത് കീറാണ്ട് വെക്ക്, ഇനി അത് എടുക്കൂല. അതിന്റെ ഉള്ളിൽ മെഷീത്തിന്റെ ഉള്ളിൽ എന്റെ ഒരു പോക്കറ്റാണെങ്കിൽ ഓക്കെ. അപ്പം ഗൈസ് ലെറ്റ്സ് ഗോ. ഫസ്റ്റ്ലി എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ പോണെങ്കിൽ നന്നായി. പൊറോട്ട അപ്പം ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യാം. അപ്പം എല്ലാവരും നിങ്ങൾ എൻ്റെ ഒപ്പം പോന്നോളി. വേസ്റ്റ് ഇറങ്ങി പുറത്ത് പോവാ. ഇന്ന് പരിപാടി എന്താന്ന് വെച്ചാൽ ബാങ്കിൽ പൈസ ഇടണം. അതിനുശേഷം ഞെങ്ങിയില്ല തോന്നുന്നു. അതിനുശേഷം ഇന്നൊരാളെനിക്ക് പൊറോട്ട ഉണ്ടാക്കി തരാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാട് വേണ്ട. കാരണം അത് ഉണ്ടാക്കണോണ്ടല്ല, അത് ഉണ്ടാക്കാനുള്ള ഒരു ഹാർഡ് വർക്കാണ്. അത് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുക്കള മൊത്തം വൃത്തിയിടാം. പൊടി, എണ്ണ, പിന്നെ അതൊക്കെ ക്ലീനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്കാണെങ്കിൽ അടുക്കളയൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് പണിയെടുക്കാനൊരു മൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ക്ലീനായിരിക്കണം. അപ്പം പുള്ളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞേക്ക് ഞാൻ അപ്പോൾ അതിനോടൊപ്പം പറഞ്ഞു ഉണ്ടാക്കാൻ വേണം, അതിനുശേഷം ക്ലീനാക്കാൻ വേണം. ഞാനത് ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നതെന്ന് വെച്ചാൽ വേസ്റ്റ് ഡംപ് ചെയ്യാനാണ്. സാധാരണ ഈ റൂം തുറന്നിട്ട് ഇതിലാണ് ഈ ബിന്ന് വെക്കല്. പക്ഷെ ഇതിപ്പോൾ ലോക്കഡാണെന്ന് തോന്നുന്നു. ഇവർ പുറത്ത് വെച്ചേക്കാം ബിന്ന്. അന്നേരം നമ്മൾ ഇതിൽ കൊണ്ടിട്ടാൽ മതി. വണ്ടി വന്നു. നമ്മൾ വേസ്റ്റ് ഇട്ടു. നമുക്ക് അക്കൗണ്ടിൽ പൈസ ഇടാൻ പോവാം. ലെറ്റ്സ് ഗോ. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല സണ്ണി പോലെ ആണെങ്കിലും കൂടി നല്ല തണുപ്പുമുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. നല്ല ഭയങ്കര തണുപ്പാണ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. സോ ലെറ്റ്സ് ഗോ. നമുക്കിനി ചെന്നിട്ട് പൈസ ഇടാം. അപ്പം നോക്കിയേ, ഞാൻ ഒന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേനും എൻ്റെ കൈയെല്ലാം വലിഞ്ഞു മുറുകി. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. നല്ല തണുപ്പാണ്. എൻ്റെ കൈയൊക്കെ നല്ല മരവിക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറിയ തണുപ്പാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. എങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല ഗൈസ്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ബാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പോണ വഴിക്ക്. ഗൈസ് നമ്മൾ പൈസ ഉള്ള സ്ഥലത്ത് കിട്ടി. ഇവിടെ മെഷീനിൽ കൂടെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ വ്ലോഗ് ചെയ്യാൻ പറ്റാൻ ഞാൻ മാക്സിമം ശ്രമിക്കുക. ഗൈസ് എനിക്കൊരു അബദ്ധം പറ്റി. ഞാനെല്ലാം ഷൂട്ട് ചെയ്തു, പക്ഷേ ഓണാക്കാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ പൈസ ഇട്ട് ആ കാണുന്ന മെഷീനിലാണ് പൈസ ഇടുന്നത്. ഞാനിപ്പം പൈസ ഇട്ടതിന് ശേഷം നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ് മൈദ വാങ്ങിക്കാൻ വേണ്ടി. സോ ഒന്ന് പൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മൈദ വാങ്ങിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ചിക്കനും ഇവിടെ തന്നെ നോക്കാം. സോ ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. നമുക്ക് ആദ്യം കിട്ടുന്നൊരു ട്രോളി എടുത്തേക്കാം. കാടൊക്കെ എടുത്ത് വെക്കട്ടെ.
പിന്നെ നമുക്ക് ചെറിയ ട്രോളി മതി, കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ട്രോളി എടുത്ത് ഇവിടെ ഈ ബാസ്ക്കറ്റ് വയ്ക്കാം. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ പിടിച്ച് നടക്കണ്ട, അപ്പം വെയിറ്റ് കുറഞ്ഞു. സോ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മൈദയാണ്. നമുക്ക് മൈദൻ്റെ സെക്ഷനിൽ പോവാം. പിന്നെ പാല് നോക്കി നോക്കട്ടെ, പാലും വേണം മൈദയും വേണം. നോക്കാം ഗൈസ് കിട്ടും. നമുക്കിപ്പം ഇവിടെ വേണ്ട, നമുക്ക് വേറെ മാഗ്നറ്റിൽ പോയി നോക്കാം. നമുക്കിത് ഇട്ടോടെ തന്നെ കൊണ്ടുവെക്കാം. അപ്പം ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചേക്ക് നടന്നു വരുമ്പം ഇവിടെ ഇപ്പം വിൻ്ററായ ടൈമിൽ ഇവിടെ കുഞ്ഞു എന്താ പറയുക കടകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലോ, ഇതൊക്കെ കാണിച്ചിട്ടാന്ന് വെച്ച്. അപ്പം ഇവിടെ നല്ല അടിപൊളി കുഞ്ഞു കടകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ട് എന്താ രസമുണ്ട്. വിൻ്ററിൻ്റെ സാധനങ്ങളെല്ലാം വിൽക്കുന്നത് ഇവിടെ. മാഗ്നറ്റിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനും മൈദയ്ക്ക് ഇവിടെ നോക്കാം. പാലും വാങ്ങി. സോ ലെറ്റ്സ് ഗെറ്റ് സംതിങ്. നമുക്ക് സാധനങ്ങൾ എടുക്കാം. ഗ്രേപ്സ് കുറച്ച് എടുക്കാം. അതാദ്യം നമുക്ക് ചിക്കൻ തപ്പാം. നമുക്ക് ആദ്യം പോയി ചിക്കൻ തപ്പാം. ചിക്കൻ നോക്കട്ടെ. ചിക്കനും വാങ്ങണം, പാലും വാങ്ങണം ഗൈസ്. നമുക്ക് പാലെടുക്കാം. നമ്മളെപ്പോഴും സാധനങ്ങൾ, ഇതിപ്പോൾ 1.5 ലിറ്ററിൻ്റെ പാലാണ് 100 രൂപ. നമ്മൾ സാധനങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് ചെക്ക് ചെയ്യണം. ഇന്ന് എത്ര ഡേറ്റ് എന്നറിയില്ല. ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് നിൽക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയല്ലേ സീന. നമുക്ക് ഇന്ന് കൊണ്ടുവച്ച ഫ്രഷ് പാല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നടുത്ത് ചിക്കൻ നോക്കാം. ചിക്കൻ സെക്ഷനിലേക്ക് വന്നേക്കാണ്. ഇതിനകത്ത് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്, ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മഫിൻ ഇഷ്ടമാണ്. ഒരു ബേക്ക് ചെയ്ത് ഇത് വെച്ചിട്ടുണ്ട് സ്പിനാച്ചിൻ്റെ. നമുക്കതെടുക്കട്ടോ. എനിക്ക് രണ്ടും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ അതെടുത്തിട്ട് ബാക്കിയുള്ളത് സെക്ഷനിലേക്ക് വന്നേക്കാണ്. ഇതൊക്കെ ഇവിടുത്തെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓറഞ്ചസ് ആണ്. ഇന്ന് കുറച്ച് ഓറഞ്ചും ഗ്രേപ്സും കൊടുക്കാം. പിന്നെ കണ്ടോ, ഇതാണ് ഗൈസ് ഞാൻ നാട്ടിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ച പീച്ച്. ഇത് പീച്ചിന് ഇവിടെ 169 kg ഉള്ളൂ. പക്ഷേ ഈ എയർ സർക്കുലേഷൻ ഇല്ലാത്ത കാരണം അതൊക്കെ ചീഞ്ഞു പോയി. ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. സോ പഴത്തിൻ്റെ വില കണ്ടോ, ഇത് റോബസ്റ്റ് പഴം കേട്ടോ, കളറ് മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക് സാധനം വാങ്ങിയിട്ട് ഇനി ഇത്ര സാധനങ്ങളുണ്ട് കേട്ടോ. മുന്തിരി, ഓറഞ്ച്, ഇത്ര സാധനങ്ങളുണ്ട്. ബില്ല് ഒത്തിരി മാഗ്നറ്റിക് സാധനം വാങ്ങിച്ച് വന്നേക്കേ. പക്ഷേ എൻ്റെ കൈ കണ്ടോ ചോന്ന്, എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. നല്ല ഹെവി വെയിറ്റ്. അപ്പം ഞാൻ ഇക്കാനെ വിളിച്ച് വരുന്നെങ്കിൽ അടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒട്ടും പറ്റുന്നില്ല. നല്ല വെയിറ്റ്. അയ്യോ, അതിൻ്റെ ഇടയിൽ തണുപ്പ്. കൈയൊക്കെ നല്ല വേദന ഉണ്ട്.
റെഡ് തുടുത്തിരിക്കുന്നു. ഇതേ ഞാനിതേ ലോഡ് അങ്ങോട്ട് കൈമാറി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇല്ലേ, ഇത് ഇത്രയും പിടിച്ചു വന്ന എന്നെ സമ്മതിക്കണ്ടേ? ഐ സ്ട്രഗിൾഡ് എ ലോട്ട്. റെഡ് കൈ ഇന്നൊരു 1000 ഞാൻ ഒന്നും നോക്കില്ല, പീശങ്ങ് എറിഞ്ഞ് പൊട്ടിച്ച്. ഗൈസ്, അപ്പം ഒരാള് പൊറോട്ട ഉണ്ടാക്കാമ നമുക്ക് യൂട്യൂബ് ഉള്ളോണ്ട് ജീവിച്ചു പോണല്ലേ. ഒന്നും അറിയൂലെന്ന് പറയൂലല്ലേ മോനെ? പൊറോട്ട ഉണ്ടാക്കുന്ന കൊള്ളാം. 4 കപ്പ് മൈദ അല്ല. ഒരു മിനിറ്റ് വെയിറ്റ്. ഈ ഷീറ്റിൽ വേണം പൊറോട്ട ഉണ്ടാക്കാൻ. നല്ല ക്ലീൻ ആക്കിയാ മതി, തുടച്ചിട്ട്. അപ്പൊ പിന്നെ എന്റെ സ്ലാബും ഒന്നാവൂല. എന്തോ എന്ത് ഇതിന്റെ മേലെയോ? അയ്യോ, ഒന്നും ഞാൻ സമ്മതിക്കൂല. ഈ ഷീറ്റ് ഈ സ്ലാബും ഇരിച്ചോ, എന്നിട്ടുണ്ടാക്കിക്കോ. അണ്ട് പിന്നെ ഈ ഷീറ്റ് കഴുകിയാ പോരെ? അതോ പറഞ്ഞേ. അയ്യോ, അതൊക്കെ ഉണ്ടാക്കുന്നു ഒരു ചെയ്യേണ്ട ഇടി കൂട്ടിയാ. എനിക്ക് ഉണ്ടാക്കിയ പോലെ. ഇതെന്താ ഗൈസ്, എല്ലാം ചെയ്യും, പക്ഷെ എല്ലാം ഇതേപോലെ അടുപ്പിച്ച് കൊടുക്കണം അരിയത്ത്. ഷിങ്കു ഇതുകൊണ്ടാന്നറിയും. അത് ഷിങ്കു ഏത് ജോലിയിലായാലും വേണ്ടിയില്ല, അതങ്ങോട്ട് എടുത്തു കൊടുത്തോളാം അല്ലേ? ഒന്നല്ല. എന്നാ പിന്നെ ആ പണി എനിക്ക് എടുത്താ പോയി. ഇതിനൊരളവും കണക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇടല്ല. അളക്കാൻ പറ്റൂല. 450 ഗ്രാം. ഇതിപ്പോ എങ്ങനെ 450 ഗ്രാം എന്ന് മനസ്സിലാവാ? ഇതുപോലെ കിലോന്റെ പെട്ടിയല്ലേ? ഓ, കൊറേ പുട്ടുണ്ടാക്കിയ പോലെ 10 ആൾക്ക് ഉണ്ടാക്കി വെക്കില്ലേ? പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടി. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അല്ലല്ല, അങ്ങനല്ല, ഉമ്മാക്കല്ല, മറ്റാന്ന് അവിടെ നമ്മളെ ഇന്ത്യൻ കട ഓർക്കും. അവിടെ നിന്ന് പൈസ കൊടുത്ത പൊറോട്ട കിട്ടും. ഞാനൊരു എനിക്ക് വലിയ മൂടൊന്നും ഇല്ല, ഇങ്ങനെയാണ് പഠിക്കുക. ഇത് എനിക്ക് ഇതങ്ങാനിട്ടിട്ട് പോയണ്ടല്ലോ, തലയെ കൊട്ടും ഞാൻ ഇതൊക്കെ കൂടി എടുത്തിട്ട്. എന്ത് കയ്യോ? കുറഞ്ഞു പോയോ? ഒന്ന് കുറച്ച് കൂടുതലുണ്ട്. 1 ടീസ്പൂൺ ഉപ്പൂടെ. വേഗട്ടോ. പിന്നെ ആ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് അടച്ചു വെച്ചോ. അന്നേരം ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഞാനൊന്ന് ക്ലീൻ ആക്കി അടുക്കള കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. എല്ലാം ക്ലീൻ ആണ്. എനിക്ക് പേടിയാണ് ഈ ഉണ്ടാക്കണം. കുറച്ചും കൂടി ഇട്ടാ മൈദ, ഇത് കുറവായി പോവും. ഐശക്കും കൊടുക്കാലോ. ഇത് ഒരു കണക്കുണ്ട്, അയാള് പറഞ്ഞ പോലെ തന്നെ ഇടണം. ഇല്ലെങ്കിൽ അയാള് പറഞ്ഞ വെള്ളം മാറിപ്പോവും, പണി പോലെ. 1/2 ടേബിൾ സ്പൂൺ വാട്ടർ വേണം. എന്ത് പച്ചവെള്ളം? ചൂടുള്ളോ? നോർമൽ വാട്ടർ. അതിന് വയ്ക്കാം. 1/2 കപ്പ് വെള്ളം. പൊറോട്ട മാവ് ഈ പരുവത്തിലായി കഴിയുമ്പോൾ ഇനി ഇത് വൃത്തിയുള്ള ഒരു കിച്ചൺ കൗണ്ടർ ഇത്രയും പ്രോസസ്സായി ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനായി ഇത് വെള്ളം അല്ല, കുറച്ച് പൊടി ഇടണോ? പൊടിയിട്ടോ പൊടിക്കിടല്ലേ? ഇപ്പൊ പൊടിയിട്ട് അത് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. 1 കിലോ മൈദ വെള്ളം ഒഴിച്ചത് കുറച്ച് പൊടിക്കും, കുഴപ്പമില്ല. ആദ്യമായിട്ടുണ്ടാക്കല്ലേ? പൊറോട്ട കിട്ടിയാ മതി, ടേസ്റ്റ് എങ്കിലും മാഡം. കോഴിക്കറി ഉണ്ടാക്കണേ? ഉണ്ടാക്കാം, അത് കഴിയട്ടെ. ഇത് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി വെക്ക്. ആക്ച്വലി കോഴിക്കറി ഇവിടെ ഉണ്ട്. ഇതില് കുറച്ച് ചിക്കൻ അരിഞ്ഞിട്ടും ഇതിന്റെ മേലെ ചെയ്യാൻ പറ്റുള്ളൂ.
ഓനതാ പറഞ്ഞിക്കണത് കിച്ചന്റെ ഇതിന്റെ ടോപ്പിന്റെ എന്റെ സ്ലാബ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഓനൊക്കെ അങ്ങനെ തന്നെ ചെയ്യണത്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ മൊത്തം മാറ്റിട്ട് ക്ലീൻ ചെയ്ത് ഇല്ല അവിടെ ചെയ്യണം. വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഇങ്ങനെ മൈദപ്പൊടി ഇങ്ങനെ വെതറുക. ആദ്യം നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പഠിക്കട്ടോ. ആദ്യം ഒറ്റ ഇത് കൊണ്ട് മാത്രം ചെയ്യണം. ഇങ്ങോട്ട് നിൽക്കുന്നതാണ്. ആദ്യം ഒരു ഇത് കൊണ്ട് 15 മിനിറ്റ് ചെയ്യണം. ഒന്ന് ചെയ്തോ 15 മിനിറ്റ് പറ്റ്. ഇതിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. വഹിച്ച് ക്ഷീണിച്ചിട്ടോ. വയർപ്പൊന്നും അതിലാക്കല്ലേ. അത് വേണ്ട പൊറോട്ടക്ക്. അടുത്ത ഞാൻ പറഞ്ഞു കാര്യമുണ്ട്. ഇതിങ്ങനെ ആക്കുക, എന്നിട്ട് ഇതിനൊരു പീസ് എടുക്കുക, എന്നിട്ട് എന്താന്നറിയോ ഈ പൊറോട്ട ഉണ്ടാക്കണം ഭയങ്കര മെനക്കെടാ. കാരണം വെച്ചാ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തിട്ടേ ഒന്നും നടന്നില്ല. എന്ത് ചെയ്യണ്ട ഇതില് തിരിച്ചു വെക്കേ. ഓ അങ്ങനൊക്കെ നോക്കണോ? അവന്റെ ലൈറ്റ് കാണണം. അപ്പൊ അയാള് പറഞ്ഞ പോലത്തെ ഒന്നും ചെയ്യണമെന്നില്ല. നല്ല പൊറോട്ട ഇത് ഇനിയും കുഴക്കാം. ആര് പറഞ്ഞു? ഇതെന്ത് ഇത് എക്സ്റേ നോക്കണ പോലെ ഉണ്ടല്ലോ. എന്തത് ഇനി പൊറോട്ട തിന്നണോ? പൊറോട്ട ഇനി ഉണ്ടാക്കൽ കൈ രണ്ട് കടയാണ് ദേഷ്യം വരുന്നത്. ഞാൻ പറഞ്ഞാണ് ഇത് മെനക്കേടാണ് ഉണ്ടാക്കുന്ന. ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്ത കടയിൽ പോയി സാധനം വാങ്ങിക്കാം. പൈസ കൊടുത്താൽ മതി. പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഒന്നും വേണ്ട. ഇതങ്ങോട്ട് തഴുതി കൊടുത്താൽ മതി. കുറച്ച് നെയ്യ് കൂടിയാലും കുഴപ്പമില്ല. പൊറോട്ട സോഫ്റ്റ് ആയിക്കോളും. നിങ്ങൾ കൂടെ വല്ലാത്തൊരു ഇതായല്ലോ. അടുക്കള കയറ്റാൻ പറ്റൂലല്ലോ. ഇത് നെയ്യും വെജിറ്റബിൾ ഓയിലും സെറ്റ് ആക്കിയാണ്. എന്നിട്ട് ഈ ഒരു പാത്രം എടുക്കുക, എന്നിട്ട് ഇതിലിങ്ങനെ ബ്രഷ് ചെയ്ത് വെക്കുക. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ആൾക്കാർക്ക് അശാഞ്ചി അടിച്ചാ കിട്ടും. ഇത് നിങ്ങൾ ചെയ്താ മതി. ഇത് യാസീൻ പൊറോട്ട ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു കൊതി വരും. എന്നിട്ട് ഇതില്ലേ ഈ കുഴച്ച് വെച്ചത് ഇങ്ങനെ ബൗളാക്കിയതിനു ശേഷം ഇടുക. അതൊക്കെ അടിച്ചു വെച്ചോ. പഞ്ചസാര എടുത്ത ഞാൻ തന്നെ അടിച്ചു വെച്ചത്. ഞാൻ നെയ്യ് അടിച്ചു വെച്ചു. പൂത്ത് പോവും. ഇതെല്ലാം അടിച്ച് മിനിച്ച് തേക്കാം. ഒരു തുണി വേണമല്ലോ ഉണങ്ങി നനഞ്ഞ്. മാഡത്തിനാണ് പറയുന്നത്. എനിക്കില്ലേ നിങ്ങൾ അടുക്കള കയറ്റാൻ ഇഷ്ടം എന്താണെന്നറിയോ? എല്ലാം അടുപ്പിച്ച് തരണം. വരുമ്പോ ഞാൻ പണിയെടുക്കണല്ലേ. അപ്പൊ ഇത് ഉച്ചക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പൊ വൈകുന്നേരമായി. സാധനം സെറ്റായി. നോക്ക് ഇങ്ങോട്ട് നോക്കത് എവിടെ? ഉണ്ടാക്കി വെച്ചു. ഓക്കെ ഇത്ര ഉണ്ടാക്കി വെച്ചിട്ടോ. ഇതാണ് അപ്ഡേഷൻ ഇപ്പൊ കറന്റ്ലി പൊറോട്ട മേക്കിംഗ്. എന്ത് നയിപ്പറിയോ പൊറോട്ട ഇന്ന് തിന്നാ സുഖ. ഞാൻ പറഞ്ഞാല് മണിക്കൂറുകൾ എടുക്കും. എന്റെ കറി ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ അടിപൊളിയാക്കി നല്ല ചിക്കൻ കറി കൂടെ വെച്ച്. സമയോ ഒന്നും പറയണ്ട. വിശക്കുണ്ട്. 5 മണിയായി. ഉച്ചക്ക് തുടങ്ങിയ പരിപാടിയാ. 1 മണിക്ക് തുടങ്ങി. 2:45 ഞാൻ ഇങ്ങനെ വെച്ചത്. രാത്രി എങ്കിലും തിന്നാൻ കിട്ടിയാ മതിയായിരുന്നു. എന്റെ നെയ്യ് പകുതിയാക്കി ഗൈസ്. അയാള് എന്താ പറഞ്ഞറിയോ? നെയ്യ് യൂസ് ചെയ്യാൻ പിഷ്കത്തരം കാണിക്കരുത്. എന്നിട്ട് ഇത് എന്ത് ചെയ്യണറിയോ? ഇങ്ങനെ ആക്കിയതിനു ശേഷം നല്ല വലിയിക്കണം. ഇത് കഴിഞ്ഞ് ഇതൊക്കെ ക്ലീൻ ആക്കി തന്നെ ഇട്ടറിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കേസ് കൊടുക്കും. അയാൾ പോലും ഇങ്ങനെ കട്ട് ചെയ്തില്ല. പ്രൊഫഷണൽ കട്ടറാ. നേരത്തെ പൊറോട്ടന്റെ അടുത്ത് ടോർച്ച് അടിച്ചൊക്കെ നോക്കണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു ഹോട്ടലിൽ നിർത്തി എന്ത് ചെയ്യും? നമുക്ക് എന്തൊക്കെ വേണം? ടോർച്ച് വേണം. ശേഷം ഇതിപ്പോ ഒന്നുമില്ലല്ലോ. ലെയറൊന്നുമില്ല. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കണം. ഇപ്പുറത്തെ സൈഡ് പോയി.
അവസാന ഭാഗ്യം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ വരും സാധനം കേട്ടോ. അയ്യോ എന്നിട്ട് എന്താക്കണ അറിയോ, ഇങ്ങനെ ചുരുട്ടി 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 കൊണ്ടുവരിക. എന്നിട്ട് ഈ നടുത്ത ഭാഗം ഈ സെൻറ്ററിലാക്കിയിട്ട് ഇങ്ങനെ. അപ്പൊ നമ്മളെ പൊറോട്ട ഫൈനൽ സ്റ്റേജിലോട്ട് വന്നു. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കോരി എടുക്കണ്ടേ, ഭാവി വിളിക്കുന്നു. പൊറോട്ട ഭാവി തല തട്ടോട് വീഡിയോ ഇട്ടോ. കണ്ടോ ഭാവി വിളിക്കുന്നു പൊറോട്ട എന്തായിന്നറിയാൻ. ഭാവി നോക്ക് എന്തൊക്കെയോ ആയി. അത് ഇവിടുത്തെ ലൈറ്റിന്റെ കളർ, ലൈറ്റിന്റെ റിഫ്ലക്ഷൻ. വൈറ്റ് ലൈറ്റ് ഇട്. അത് നെയ്യ് നല്ലോണം നെയ്യുണ്ട്. ഒന്നാമത് എന്റെ നെയ്യുണ്ടല്ലോ പകുതി കുപ്പിയാക്കി. ആ ഇത് നെയ്യ് ഉപയോഗിച്ചേ. അയാൾ എന്തോ പറഞ്ഞേ നെയ്ക്ക് പിശുക്ക് എടുക്കാൻ. ഇനി അത് എടുക്കാൻ കിട്ടുമോ? പറഞ്ഞ പോലെ തന്നെ എടുക്കാൻ പറ്റൂല. അയ്യോ വല്ലാണ്ട് അമർത്താൻ പാടില്ല. ചട്ടി ചൂടായോ? ചൂടായിട്ടില്ല. ചട്ടിയിൽ എണ്ണ ശിങ്കുപ്പാവി ഇതന്നെ ആക്കിയാ മതി. അയ്യോ വേറെ ഓയിലൊന്നും വേണ്ട. പൊന്നു വായി എന്റെ നെയ്യ് പകുതിയാക്കി. ഞാൻ പിശിഞ്ഞ് ഉപയോഗിക്കണ എന്റെ നെയ്യ്. ഇതെന്താ ചൂടാവാത്ത മൊത്തം നെയ്യ് ഇരുന്നോട്ടേന്ന്. ഇതെന്തത് പള്ളി ട്രൗസർ. പള്ളി ട്രൗസറായി. ആ ഇപ്പഴല്ല ചട്ട കൊടുക്കട്ടെ. ഇതൊക്കെ പള്ളി ട്രൗസറായല്ലോ ഭാവി. കാണുന്നുണ്ടോ ഭാവിക്ക്? ഗൈസ് പൊറോട്ട ഇതേ നമ്മള് അടിച്ച് ഇതവിടെ കുറച്ച് 2 എണ്ണം ചുട്ട് വെച്ചിട്ടുണ്ട്. അല്ല അത് നല്ല പൊറോട്ടയൊന്നും മറിച്ചിടല്ലേ. എന്തൊക്കെ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ വള്ളി ട്രൗസറും നൂൽ പൊറാട്ടയാണ്. ഓക്കെ ഇനി 3 എണ്ണം വെച്ച് ഇങ്ങനെ അടിച്ചാളാ. ഹോട്ടലിൽ അടിക്കണ പോലെ ഇങ്ങനെ അടിക്ക്. ഇത് പറ്റൂല. മറിച്ചും തിരിച്ചൂടെ? ഞാൻ റൂം ചെയ്തെടുക്കണ്ട. ശിങ്കുവിനൊക്കെ അടുക്കള കയറ്റിയാൽ നല്ല കോമഡി ആവും. ഇത്രയും കാലം ആരും അടുക്കള കയറി. പിന്നെ നിങ്ങളോട് എല്ലാരോടും സത്യം പറയാം. എങ്ങോട്ട് കാണിക്ക്. എല്ലാ ദിവസവും ഞാൻ അവിടെ ഫുഡ് ഉണ്ടാക്കിയത്. എന്തിനെങ്ങനെ കള്ളം പറയണേ? എന്റെ മൂത്തൊക്കെ പറഞ്ഞു. നിങ്ങൾ മൂത്തൊക്കെ പറയാൻ പറ്റില്ല. സോറി. ഇനി എല്ലാ ദിവസവും രാത്രി അടുക്കള കയറിക്കോ. കാലത്തും ഞാൻ കൈയാക്കി തിന്നാൻ വരാം. ഉച്ചക്കോ? എല്ലാം ഉച്ചക്കും കാലത്തും എല്ലാം എടുത്തോ. ഇതിൽ കുഴപ്പമില്ല. നമ്മൾ അടിക്കാൻ വേണ്ടി പോവാണ്. യെസ് ഫൈനലി നമ്മൾ പൊറോട്ട സെറ്റായിട്ടോ. നാട്ടിലത്തെ ഒരു വൈബൊക്കെ ഉണ്ട്. ഇനി എല്ലാ ദിവസവും ഉണ്ടാക്കി തരും. ഓ സൂപ്പറായി. മതി തെറിച്ച് പോണേ. മതി അവിടെ നോക്ക്. ഓൾറെഡി ഓനെന്തേ കുക്കായി കൊണ്ടിരിക്കുക. വാ സ്പെഷ്യലിസ്റ്റ് ഒന്നല്ല, ഇതൊക്കെ ജിലേബി പോലെ. ജിലേബി പോലെ. അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിക്കണേ. പൊറോട്ടായി കറിയോ ആയി. എനിക്ക് ശ്രദ്ധ പോയപ്പോ നല്ല കറി വെക്കും. ഞാൻ പൊരിച്ച ചിക്കൻ റോസ്റ്റ് പോലെ വെച്ചു. ടേസ്റ്റ് പറയണ്ടേ? ഞാൻ നോണ പറയില്ല, എല്ലാവർക്കും അറിയാലോ. സത്യം മാത്രമേ പറയാറുള്ളൂ. ഓ എനിക്ക് വെള്ളം വന്നു. പൊറോട്ട അടിപൊളി കറിയാ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഇട്ട് പൊറോട്ട. എന്റെ കറിയോ? ഇതട്ടെ ഞാൻ വെച്ച കറി. ഇതെന്റെ പ്ലേറ്റിൽ. ഓ പൊളി. ഒരു പീസ് കൂട്ടി തിന്നോട്ടെ.
അയ്യോ കൊറേ നാളത്തിൽ തിന്നോണ്ടേക്കും. ഇത് കേരളത്തിൽ നിന്ന് കാണുന്നതും ദുബായിൽ നടന്നിട്ടൊന്നും ഈ ഫീലിംഗ് വരില്ല. പൊറാട്ടയും ഇതൊന്നും കിട്ടാത്തവർക്കില്ലേ, ഓർക്കാണ് ഇതിന്റെ ഫീലിങ്സ്. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാ ഫസ്റ്റ് വന്നപ്പോ ആദ്യം പൊറോട്ട ചോദിച്ചത്. അത് ഞാൻ 2 കൊല്ലത്തിട്ട് വന്നതാ. 2 കൊല്ലം, 2 years. ബീഫ് കണ്ടിരുന്നു. ഓ അല്ല ബെസ്റ്റ്. നീ കഴിച്ചോ?